വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കൊല്ലം കെ.എസ്.ഇ.ബി ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കെ.എസ്.ഇ.ബി ഓഫീസിന്റെ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബി.ജെ.പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി.ബി ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രധാനമന്ത്രി സൂര്യഘർ യോജന പോസ്റ്റർ ഉയർത്തിക്കാട്ടിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും കെ.എസ്.ഇ.ബിയും സ്വീകരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി.ബി ഗോപകുമാർ പറഞ്ഞു. പിണറായി സർക്കാർ സർവ്വ മേഖലയിലും ഒരു പരാജയമായി മാറിയിരിക്കുന്നു. കേരള ജനതയെ കൊള്ളയടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പിണറായി സർക്കാരിന് ലക്ഷ്യമായിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് സർവ്വ മേഖലകളിലും അരാജകത്വം സൃഷ്ടിക്കുക, ജനങ്ങളുടെ നിത്യ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് വൈദ്യുത ചാർജ് വർധനവായാലും വെള്ളക്കരമായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവായാലും ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: ജനങ്ങളെ കൊള്ളയടിക്കുക. ഒരു പിടിച്ചുപറി സംഘമായിട്ട് പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. കെ.എസ്.ഇ.ബി ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന് ഓഫീസിനുള്ളിലേക്ക്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. വൈദ്യുതി നിരക്ക് കുറച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ച ഭാരവാഹികൾ അറിയിച്ചു. ജനം, കൊല്ലം.